യുഎഇയും അതേപോലുള്ള രാജ്യങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങൾ കൊണ്ടു നടക്കുകയും അമേരിക്ക പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് ഇറാനിൽ നിന്ന് വലിയ പ്രതികാര ദാഹത്തോടെയുള്ള അന്ത്യശാസനം വന്നിരിക്കുന്നത്. അമേരിക്ക ഹോർമൂസ് കടലിലേക്ക് തുറക്കാൻ വേണ്ടി ഇറാനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഇറാൻ്റെ പവർ പ്ലാന്റുകളോ അതല്ലെങ്കിൽ വൈദ്യുത കേന്ദ്രങ്ങളോ വൈദ്യുത നിലയങ്ങളോ ഊർജ്ജ സ്രോതസ്സുകളോ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതേ നാണയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് പ്രാദേശിക അറ്റാക്കുകൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള ഭീഷണി വരുന്നു. യുഎഇയിൽ എന്താണ് അവസാനം സംഭവിച്ചെന്നറിയാൻ വേണ്ടി ദുബായിൽ നിന്ന് ചേരുകയാണ് നമുക്കൊപ്പം മുഹമ്മദ് റഹീസ്. പറയൂ റഹീസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് എസ്കെൻ. കഴിഞ്ഞൊരു 2 ദിവസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ യുഎഇയിൽ താരതമ്യേന ആക്രമണം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇന്ന് ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതായത് അബുദാബിയിൽ ഈ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. അബുദാബി ഷവാമഖിലാണ് മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരന് പരിക്കേറ്റിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടം ദേഹത്ത് പതിച്ച് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് വാം പോലെയുള്ള ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വിവരം. അതിൽ തന്നെ പരിക്ക് ഗുരുതരമല്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യക്കാരന് കൂടി പരിക്കേൽക്കുന്ന സാഹചര്യം യുഎഇയിൽ ഉണ്ടായിരിക്കുന്നു. ആകെയുള്ള ഒരു ആക്രമണത്തിന്റെ തോത് നോക്കിയാൽ ഇന്നലെ യുഎഇ നേരിട്ടത് 4 മിസൈലുകളും ഒപ്പം തന്നെ 25 ഡ്രോണുകളുമാണ്. അത് ഈ കഴിഞ്ഞ ദിവസത്തെ കണക്കുകളും അലേർട്ടുകളും ഒക്കെ പരിശോധിച്ചാൽ താരതമ്യേന അപകടം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ വന്നത് അമേരിക്കയുമായുള്ള സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് യുഎഇ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇറാൻ ഇത്രയധികം വാർണിംഗുകൾ നൽകി, മുന്നറിയിപ്പുകൾ നൽകി, ഇങ്ങനെ പലതരത്തിൽ ഒരു നിലയ്ക്കും അമേരിക്കയുമായിട്ടുള്ള ഈ സുരക്ഷാ ബന്ധം അത് ഗൾഫ് രാജ്യങ്ങൾ ഈ സമയത്ത് പുലർത്തരുത് അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്തരുത് എന്നൊക്കെ പറയുമ്പോഴാണ് യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള ഡോക്ടർ അൻവർ ഗർഗാഷ് തങ്ങൾ അമേരിക്കയുമായിട്ടുള്ള സുരക്ഷാ പങ്കാളിത്തം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത്. ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഈ ഒരു ആക്രമണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ പാരമ്പര്യേതര സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് കടക്കാൻ ഇറാൻ കൂടുതൽ ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ നിർബന്ധിതമാകുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള കൈകൊടുക്കലിന്റെ ശക്തി അതൊന്നുകൂടി വർദ്ധിപ്പിക്കും, ഒന്നുകൂടി കൂട്ടും എന്നുള്ളത് യുഎഇ പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ വെടിനിർത്തൽ മാത്രമല്ല ഈ യുഎഇയുടെ ലക്ഷ്യം, അതായത് യുദ്ധം അവസാനിപ്പിക്കുക മാത്രമല്ല ഇപ്പോൾ യുഎഇയുടെ ലക്ഷ്യം, മറിച്ച് ആണവ ആക്രമണം ഉൾപ്പെടെ ചെറുക്കാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കുക എന്നുള്ളത് കൂടി യുഎഇ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് എന്നുകൂടി ഈ യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് പറഞ്ഞു വെക്കുകയാണ്. അത് പ്രത്യേകമായിട്ടുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയാണ്. അത് നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള സഖ്യം ഉണ്ടാകും, അത് തുടരും, ശക്തിപ്പെടുത്തും എന്നുകൂടി ഇറാനെ അറിയിക്കുകയാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയി വരുന്നു. ഒപ്പം തന്നെ ഇന്ന് പ്രധാനമായിട്ടും രാവിലെ ഈ കുവൈറ്റിലടക്കം ആക്രമണം നടക്കുന്നുണ്ട്. അപായ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. അവിടെ കൂടുതലായി ഈ ആക്രമണത്തെ ചെറുക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ബഹ്റൈനിൽ നിന്നും ഒമാനിൽ നിന്നും ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ കൂടുതലായി കാര്യമായി രാവിലെ വരുന്നില്ല. പക്ഷേ മറിച്ച് ഇത്തരത്തിൽ യുഎഇയുടെ നിലപാട് പ്രഖ്യാപനവും യുഎഇക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ ഒരു ടോട്ടൽ കണക്കുമാണ് പ്രധാനമായും രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.